ചില മനുഷ്യരെ കാണുമ്പോൾ ചിലർ പറയാറില്ലേ, അവൻ മനുഷ്യനാണോ അതോ മൃഗമാണോ? എന്താണ് ഇങ്ങനെ പറയുന്നത്? മനുഷ്യൻ്റെ രൂപമുള്ള കാണാൻ കൊള്ളാവുന്ന നല്ല മനുഷ്യനെ മൃഗം എന്ന് പറയുന്നു. ഇത് ശരിയോ? മൃഗത്തിൻ്റെ യാതൊരു രൂപമില്ലല്ലോ. രൂപത്തിലും ഭാവത്തിലുമല്ല മനുഷ്യൻ മനുഷ്യനാവുന്നത്. അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വാക്കിലുമാണ് മനുഷ്യൻ മനുഷ്യനെ അളക്കുന്നത്. മനുഷ്യൻ്റെ വാക്കാണ് അവനെ മനുഷ്യനാക്കുന്നതും മൃഗമാക്കുന്നതും. നല്ലവനാക്കുന്നതും ചീത്തയാക്കുന്നതുമൊക്കെ വാക്കാണ്, അഥവാ നാക്കാണ്. നാക്ക് അസ്ത്രമാണ്. അത് പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. മനുഷ്യൻ്റെ പേര് ഉയർത്തുന്നതും അവനെ പ്രസിദ്ധനാക്കുന്നതും വാക്കു തന്നെയാണ്. മനുഷ്യനെ താഴ്ത്തിക്കെട്ടുന്നതും അവനെ നീചനാക്കുന്നതും മൃഗമാക്കുന്നതും നല്ല വാക്ക് മനുഷ്യനെ മനുഷ്യനാക്കുമ്പോൾ ചീത്ത വാക്ക് അവനെ ചീത്ത മനുഷ്യനാക്കുന്നു, ചിലപ്പോൾ മൃഗമാക്കുന്നു. ചരാചരങ്ങളായ ഭൂതങ്ങളുടെയെല്ലാം രസം ഭൂമിയാണ്. ഭൂമിയുടെ രസം ജലമാണ്. ജലത്തിൻ്റെ രസം ഔഷധികളാണ്. ഔഷധികളുടെ രസം പുരുഷനാണ്. പുരുഷൻ്റെ രസം വാക്കാണ്. ഈ വാക്ക് എങ്ങനെ രൂപപ്പെടുന്നു? ഭൂതങ്ങളുടെയെല്ലാം ആധാരം ഭൂമിയാണ്. ഭൂമിയിലാണ് അവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഭൂതങ്ങളുടെയെല്ലാം രസം ഭൂമിയാണെന്ന് പറയുന്നത്. ഭൂമിയിൽ സർവത്ര ജലം പരക്കുന്നു, അഥവാ വ്യാപിച്ചിരിക്കുന്നു. ഭൂമിയിൽ സർവത്ര ജലമുള്ളതിനാൽ ഭൂമിയുടെ രസം ജലമെന്ന് പറയുന്നു. ജലമാണ് ഔഷധികൾ വളരാൻ പ്രാപ്തമാകുന്നത്. അതിനാൽ ഔഷധികളെ ജലത്തിൻ്റെ രസമെന്ന് പറയുന്നു. ഈ ഔഷധികൾ അഥവാ സസ്യങ്ങൾ ഭക്ഷിച്ചാണ് മനുഷ്യൻ വളരുന്നത്. മനുഷ്യനെ ജീവിപ്പിക്കുന്നത് സസ്യാദികളാണ്. അതുകൊണ്ട് ഔഷധികളുടെ രസമാണ് പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷൻ്റെ അഥവാ മനുഷ്യൻ്റെ രസം വാക്കാണ്. മനുഷ്യൻ്റെ അവയവങ്ങളിൽ പ്രധാനം നാവാണ്, അഥവാ വാക്കാണ്. മിത്രങ്ങളെ സമ്പാദിക്കുന്നതും ബാന്ധവത്തിനും ബന്ധമോക്ഷങ്ങൾക്കും ചിലപ്പോൾ മരണത്തിനു വരെയും വാക്ക് കാരണമായേക്കാം. വാക്ക് അവൻ്റെ മനസ്സിനെ ബാധിക്കുന്നു. മനസ്സാകുന്ന സാമ്രാജ്യത്തിനെ കീഴടക്കാൻ അഥവാ മനസ്സിനെ ജയിക്കാനുള്ള യുദ്ധത്തിൽ വിവേകാവിവേകങ്ങൾ ദേവാസുരന്മാരായിത്തീരുന്നു. മനസ്സിൽ ദേവാസുര യുദ്ധം നടക്കുന്നു. സ്വാത്വിക ഗുണമുള്ള വാക്കുകളും വിചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം ദേവനാണ്. താമസകർമ്മങ്ങളും വിചാരങ്ങളും വാക്കുകളും അസുരവനാണ്. താമസപ്രകൃതികളായ ഇന്ദ്രിയ വ്യക്തികൾ ലൗകിക വിഷയഭോഗങ്ങളിൽ ഭ്രമിപ്പിച്ച് പ്രേരിപ്പിച്ച് അധർമാചാരത്തിനു പ്രലോഭിപ്പിക്കുന്നു. സ്വാത്വിക പ്രകൃതികളായ ഇന്ദ്രിയ വൃത്തികൾ വിവേകം നിമിത്തം അതിൽ നിന്നും നിവർത്തിക്കാൻ പ്രലോഭിപ്പിക്കുന്നു. ഇപ്രകാരം മനസ്സിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു. ഈ പോരാട്ടത്തിൽ മനുഷ്യ മനസ്സിൽ താമസപ്രകൃതികളായ വൃത്തികൾ ജയിച്ചാൽ അഥവാ ജയിക്കുമ്പോൾ ആ മനസ്സ് താമസപ്രായമാകുന്നു. അതും മൃഗീയാവാസനകളുണർത്തി മൃഗത്തിൻ്റെ സ്വഭാവത്തിലെത്തിക്കുന്നു. അപ്പോൾ ഇരുകാലുള്ള ബുദ്ധിവിശേഷമുള്ള മർത്യൻ തൻ്റെ മാനുഷിക മൂല്യങ്ങളെ ചവിട്ടിമെതിച്ച് മൃഗീയ സ്വഭാവത്തിൽ മുന്നേറുന്നു. ആ സമയം മനുഷ്യൻ മൃഗതുല്യനാണ്. ഇരുകാലി മൃഗമായി തീരുന്നു. രൂപം മാത്രം മനുഷ്യൻ്റെ സ്വഭാവവും വാക്കും ഭാവവുമെല്ലാം മൃഗത്തിൻ്റേതും.